വണക്കം, നമസ്കാരം, സത്ശ്രീകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടീവ് ഫൈൻഡർ പേർളി മാണി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്, ബിഗ് ബോസ് താരമാണ്, യൂട്യൂബറാണ്, എന്താ പറയാ, ടെലിവിഷൻ അവതാരകയാണ്. വളരെ എന്റർടൈനർ ആയിട്ട് വളരെ പണ്ടത്തരങ്ങൾ കൊണ്ട് റിങ്ങി ടോമി പോലെ ചിരിപ്പിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേർളി മാണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മണ്ടത്തരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല, നല്ല അർത്ഥവത്തായ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. അർത്ഥവത്തായ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ടത്തരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മണ്ടത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് അർത്ഥവത്തായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി. ഈയിടെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരിയും ഹസ്ബൻഡും കൂടെ ചേർന്ന് സംസാരിക്കുകയുണ്ടായി. ഒരിക്കലും പെർഫെക്റ്റ് കപ്പിളാവാൻ ഞങ്ങൾക്കോ വേറെ ആർക്കോ സാധിക്കില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും പോലും സാധിക്കുന്നില്ല പെർഫെക്റ്റ് കപ്പിളാവാൻ. അത് ആരും പക്ഷെ അംഗീകരിക്കില്ല. ഞങ്ങൾ പെർഫെക്റ്റ് കപ്പിളാണെന്നും പറഞ്ഞ് ഞങ്ങൾ നടക്കും. ഇത് പറഞ്ഞപ്പോ എന്തോ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നത്. ഈ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലുമൊക്കെ കുറവുകൾ അല്ലെങ്കിൽ കൂടുതൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടിയില് ഒന്നും എല്ലാം ഒരുപോലെ അല്ലാത്ത ഒരു സാഹചര്യത്തില് രണ്ട് വ്യക്തികൾ എങ്ങനെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോ അതിനോട് എനിക്കും എന്താ പറയാ, പെർലിമാണിയുടെ ഡയലോഗിനോട് എനിക്ക് യോജിപ്പ് തന്നെയാണ് ഉള്ളത്. ബിക്കോസ് ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് അല്ല, ആളും പെർഫെക്റ്റ് അല്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് പക്ഷെ ഒരു